നമസ്കാരം. പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ് മൂന്ന് മുന്നണികളും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവികാരം വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. രണ്ടാം ഘട്ട പ്രചാരണം തുടങ്ങി LDF ഏറെ മുന്നിലെത്തിക്കഴിഞ്ഞു. BJPയുടെ പ്രചാരണവും കൊഴുക്കുകയാണ്. 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രവുമായി മഹാഭാരത യുദ്ധം ആരംഭിക്കുകയാണ്. വെൽക്കം ടു ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസ് BJP തെരഞ്ഞെടുപ്പ് സമിതികൾ ഇന്ന് യോഗം ചേരാൻ പോകുന്നു. ഒഡീഷ, മഹാരാഷ്ട്ര അടക്കം 8 സംസ്ഥാനങ്ങളിലെ സഖ്യവും സീറ്റ് ധാരണയുമാണ് BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഇന്ന് ചർച്ച ചെയ്യുക. 150 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. ദില്ലി, മധ്യപ്രദേശ്, ഹരിയാന, അസം സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിലെ ചർച്ചകൾ. രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ സീറ്റ് അത് ഇന്ന് ചർച്ചയ്ക്ക് വരാൻ പോവുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. മഹാഭാരത യുദ്ധത്തിൽ നോബൽ, യുദ്ധത്തിനൊരുങ്ങാൻ ഇരു മുന്നണികളും കൂടുതൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കാനുള്ള നിർണായക സമിതികളിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് കൂടിയാലോചനകൾ? എപ്പോഴാണ് യോഗങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളിൽ ഇനിയും തീർപ്പാകാനുണ്ട്? സുജിയ, കോൺഗ്രസിന്റെയും BJPയുടെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതികൾ ഇന്ന് വൈകിട്ട് യോഗം ചേരുന്നുണ്ട്. 6 മണിക്കാണ് രണ്ട് പാർട്ടികളുടെയും യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ BJPയുടെ യോഗം അല്പം വൈകും എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. എന്താണെങ്കിലും പ്രധാനമായും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകുക എന്ന് തന്നെയാണ് യോഗം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ആദ്യഘട്ട പട്ടികയിൽ BJP 195 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ജാഗ്രതയോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് പലയിടത്തും അതൃപ്തികളും പൊട്ടിത്തെറികളും ഒക്കെ ആദ്യ പട്ടികയ്ക്ക് പിന്നാലെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തൊരു പട്ടിക ഇറക്കാനുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നത്തെ ചർച്ച എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നിപ്പോൾ നടക്കും. അതോടൊപ്പം തന്നെ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. അങ്ങനെയാണെങ്കിൽ നാളെ രണ്ടാം ഘട്ട പട്ടിക ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഏതര നേതാക്കൾ പട്ടികയിൽ ഇടം പിടിക്കും എന്നതാണ് ആകാംക്ഷ. നിലവിലെ പല MPമാർക്കും സീറ്റ് ലഭിക്കാൻ സാധ്യത ഇല്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങൾ, അതോടൊപ്പം തന്നെ കായിക താരങ്ങൾ അടക്കമുള്ള ആളുകളൊക്കെ ഈ പട്ടികയിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി ഇന്നിപ്പോൾ യോഗം ചേരുമ്പോൾ പ്രധാനമായും മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത്. പ്രധാനമായും കോൺഗ്രസ് ഇപ്പോൾ മുതിർന്ന നേതാക്കളെ ഇറക്കിക്കൊണ്ട് മണ്ഡലങ്ങൾ പിടിച്ചെടുത്ത് അത്തരത്തിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ പട്ടികയിൽ ഭൂപേഷ് ബാഗലും KC വേണുഗോപാലും ഒക്കെ ഇടം പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ഒരുപക്ഷെ കമൽനാഥും അതോടൊപ്പം നാനാ പട്ടോളം അടക്കമുള്ള മുൻ മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. കോൺഗ്രസ് രണ്ടാം ഘട്ട പട്ടിക എത്തുമ്പോഴും അതിൽ 100-ലധികം സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോഴും 100-ൽ താഴെ മാത്രമേ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാൻ ഇടയുള്ളൂ എന്നാണ് നമുക്ക് വിവരങ്ങൾ ഉള്ളത്. എന്താണെങ്കിലും ജാഗ്രതയോടെയാണ് ഇരു പാർട്ടികളും ഇപ്പോൾ പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. തർക്കങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് പോകണം എന്നാണ് രണ്ട് പാർട്ടികളുടെയും തീരുമാനം. എന്താണെങ്കിൽ അതിനനുസരിച്ചുള്ള പട്ടികയും അതോടൊപ്പം ചർച്ചയും ഇന്നിപ്പോൾ നടക്കും. പ്രധാനമായും കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി രണ്ടാമതൊരു മണ്ഡലം തെരഞ്ഞെടുക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അത് അമേഠി ആകുമോ അല്ലെങ്കിൽ റായ്ബറേലി ആകുമോ എന്ന ചോദ്യം ബാക്കിയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് അറിയുന്നത്. രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇന്നത്തെ യോഗത്തിലും പങ്കെടുക്കുന്നുണ്ട്. എന്താണെങ്കിലും നിർണായകമായ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് BJPയുടെയും കോൺഗ്രസിന്റെയും ഇന്ന് യോഗം ചേരുക. അതിനുശേഷം രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളത്തേക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. സുജയ, ഓക്കെ നോബൽ, ഇരു ക്യാമ്പുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ മണ്ഡലവും ഇരു മുന്നണികൾക്കും ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കല്ല പോകുന്നത്. വിജയസാധ്യതയടക്കം പല ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയം, സഖ്യസാധ്യതകൾ അതെല്ലാം തേടിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസും BJPയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്നത് 6 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. കേന്ദ്ര സർക്കാർ രൂപീകരിക്കാൻ ആർക്കാണ് അർഹതയുള്ളത് എന്ന് തീരുമാനിക്കുകയും ഈ 6 സംസ്ഥാനങ്ങൾ തന്നെയാണ്. വളരെ നിർണായകമാണ് ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ചുരുക്കം. ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ, അവിടെ എങ്ങനെയൊക്കെയാണ് സാധ്യതകൾ പരുവപ്പെട്ടു വരുന്നത്, അതാണ് അറിയേണ്ടത്. ആ 6 സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവയാണ്: മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്. 6-ൽ അംഗം കുറിച്ച് പടവെട്ടി നേടാൻ പോകുന്നത് ആരാണ്? അവിടെയാണ് വിജയം നിർണ്ണയിക്കുക. ഇനി ഈ 6 സംസ്ഥാനങ്ങളിൽ എത്ര വീതം ലോക്സഭാ സീറ്റുകളുണ്ട് എന്ന് കൂടി പറയാം. ആദ്യത്തേത്
മധ്യപ്രദേശ് നമ്മൾക്കറിയാം. മധ്യപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടത്തിലേക്ക് പോകുന്നു. അതിനുശേഷം നിലനിർത്താൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം BJPക്കുണ്ട്. മധ്യപ്രദേശിൽ എത്ര ലോക്സഭാ സീറ്റുകളാണുള്ളത് എന്ന് നോക്കിയാൽ 29 സീറ്റുകൾ, വളരെ പ്രധാനപ്പെട്ട 29 സീറ്റുകൾ. ഗുജറാത്തിലാകട്ടെ 26 സീറ്റുകൾ, രാജസ്ഥാനിൽ 25, ഛത്തീസ്ഗഡിൽ 11, ഉത്തരാഖണ്ഡിൽ 5, ഹിമാചൽ പ്രദേശിൽ 4. ഇങ്ങനെയാണ് ലോക്സഭാ മണ്ഡലങ്ങൾ. ഈ 6 ഇടവും കൂടി എടുത്തു നോക്കിയാൽ ടോട്ടൽ 100 ഇത് മൊത്തം പാർലമെന്റ് സീറ്റുകളുടെ 18% വരും. അപ്പോൾ ഈ 100 ആർക്കൊപ്പം നിൽക്കും? ആ 100 വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ നേട്ടം കൊയ്യാൻ കഴിയുക? അത് നമുക്ക് എടുത്തു നോക്കാം. ഓരോ സംസ്ഥാനങ്ങളായി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മധ്യപ്രദേശിന്റെ ഒരു പോൾ പൊസിഷൻ എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആകെയുള്ളത് 29 പാർലമെന്റ് മണ്ഡലങ്ങളാണ് മധ്യപ്രദേശിൽ. അതിൽ നിലവിലെ കക്ഷിനില വളരെ വ്യക്തമാണ്. BJPക്ക് 28, കോൺഗ്രസിന് 1. അവിടെയാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷ വെക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഇതിൽ വിള്ളൽ വീഴ്ത്തുക, മുന്നോട്ടേക്ക് കുതിക്കുക, അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. മധ്യപ്രദേശിന്റെ വിധി എന്ന് പറയുന്നത് സർക്കാർ രൂപീകരണത്തിൽ NDAയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആധിപത്യം അവർക്ക് കൊണ്ടുവരാൻ കഴിയുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും? ചോദ്യം അതാണ്. ഇനി ഗുജറാത്തിലേക്ക് വന്നാൽ, ഗുജറാത്ത് BJPയുടെ കയ്യിലാണ്. BJP പൂർണ്ണമായും കയ്യിൽ വെച്ചിരിക്കുകയാണ്. 2019 നോക്കൂ, ആകെയുള്ള 26 സീറ്റിൽ 26ലും വിജയിച്ചു നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന അപ്രമാദിത്വം, അങ്ങനെ ഗുജറാത്ത് ഒരു സേഫ് സോൺ ആണെന്ന് BJP കരുതുമ്പോഴും അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തരംഗം ഏത് തരത്തിൽ ഇത്തവണ ബാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 26 നിലനിർത്താൻ BJPക്ക് കഴിയുമോ, അതോ കോൺഗ്രസിന് അതിലേക്ക് കടന്നു കയറാൻ കഴിയുമോ എന്നതാണ് ഗുജറാത്തിലെ ചോദ്യം. രാജസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ, രാജസ്ഥാനിൽ ആകെയുള്ളത് 25 സീറ്റാണ്. ഇവിടെയും BJPയുടെ ഒരു ഏറെക്കുറെ പൂർണ്ണമായും തന്നെ സ്വന്തമാക്കിയ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. നോക്കൂ, 24 സീറ്റുകളും രാജസ്ഥാനിൽ BJPക്കൊപ്പമാണ്. കോൺഗ്രസിന് അവിടെയുള്ളത് 1 സീറ്റാണ്. അവിടെയും നില മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. രാജസ്ഥാനിൽ നിലവിൽ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ 25ലേക്ക് കടന്നു കയറിയേ പറ്റൂ കോൺഗ്രസിന്. എന്നാൽ മാത്രമേ ഒരു മുന്നേറ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇന്ത്യ ബ്ലോക്കിന് കഴിയൂ. ഇനി ഛത്തീസ്ഗഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ അടുത്തതായി പോകുന്നത് ഛത്തീസ്ഗഡിലേക്കാണ്. ഇതുവരെ കണ്ട മധ്യപ്രദേശിനെയും രാജസ്ഥാനെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ സീറ്റ് എണ്ണം കുറവാണ്. ഛത്തീസ്ഗഡിൽ ആകെയുള്ളത് 11 സീറ്റുകളാണ്. അവിടെ BJPക്ക് 9, കോൺഗ്രസിന് 2. അങ്ങനെയാണ് നിലവിലെ സീറ്റ് നില നിൽക്കുന്നത്. ഇതിലും ഒരു മാറ്റം വന്നാൽ മാത്രമേ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിൽ ഒരു പ്രതീക്ഷ വെക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ BJP ഈ 9 എന്നുള്ളത് 11 ആക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഛത്തീസ്ഗഡും വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും സ്വഭാവമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വരിക എന്നൊക്കെ ആശ്വസിക്കാമെങ്കിലും ഇക്കുറി എന്താകുമെന്നുള്ളത് ഇരു മുന്നണികളും ഒരുപോലെ തന്നെ ആശങ്കയോടെയും പ്രതീക്ഷയോടെയും നോക്കി കാണുന്നതാണ് ഛത്തീസ്ഗഡിൽ നമ്മൾ കാണുന്നത്. അടുത്തതായി ഉത്തരാഖണ്ഡിലേക്ക് പോകാം. ഉത്തരാഖണ്ഡിൽ ആകെയുള്ളത് 5 സീറ്റുകളാണ്. ആ 5ൽ 5ഉം BJPക്കൊപ്പമാണ്. ഇക്കുറിയും അതിൽ മാറ്റം വരുമോ എന്നുള്ളതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉറ്റുനോക്കുന്നത്. അവിടെ സംപൂജ്യമായി കിടക്കുകയാണ് 2019 കോൺഗ്രസിന്റെ അക്കൗണ്ട്. ആ അക്കൗണ്ടിലേക്ക് ഒരു സീറ്റെങ്കിലും വരുമോ എന്നുള്ളതാണ് ഉത്തരാഖണ്ഡ് മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. അടുത്തത് ഹിമാചലാണ്. ഹിമാചൽ പ്രദേശിൽ നമുക്കറിയാം, ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായ മന്ത്രിയെ തന്നെ അടർത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് അവിടുത്തെ കളികൾ മുന്നോട്ട് പോകുന്നത്. ആകെയുള്ള 4 സീറ്റും, ആകെയുള്ള 4 ലോക്സഭാ സീറ്റും BJPക്കൊപ്പമാണ്. കോൺഗ്രസിന് അവിടെയും സീറ്റ് ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഭരണം കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും പാർട്ടിയെ പിളർത്തുന്ന ഉള്ളിൽ ഉള്ള നീക്കങ്ങൾ അത് BJP തുടരുന്നതും ഈ 4 സീറ്റും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. 2014, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ 100 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 99 ഇടത്തും കോൺഗ്രസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടി. 2014 97 മണ്ഡലങ്ങളിലും 2019 96 മണ്ഡലങ്ങളിലും BJPയാണ് വിജയിച്ചത്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് സീറ്റുകൾ കുറഞ്ഞെങ്കിലും വോട്ട് വിഹിതം കണക്കാക്കുമ്പോൾ അവിടെയാണ് കോൺഗ്രസിന് അല്പമെങ്കിലും പ്രതീക്ഷ അവശേഷിക്കുന്നത്. 2014 കോൺഗ്രസ് നേടിയ മൊത്തം വോട്ടുകളുടെ 32% ലഭിച്ചത് ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. 2019 എടുത്തു നോക്കിയാൽ 35% വോട്ട് വിഹിതം കോൺഗ്രസിന് അവിടെയുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ സംസ്ഥാനങ്ങളിലെയും വോട്ട് വിഹിതം എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നോക്കാം. അതാണ് ഇത്തവണ വിധി നിശ്ചയിക്കാൻ പോകുന്നത്. ഇതിൽ എത്ര കൂട്ടാൻ കഴിയും? നമുക്ക് മധ്യപ്രദേശിൽ നിന്ന് തന്നെ തുടങ്ങാം. മധ്യപ്രദേശിൽ BJPക്ക് 58% അവിടെ ലഭിച്ച വോട്ടുകൾ. സീറ്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കോൺഗ്രസിനാകട്ടെ അവിടെയുള്ളത് ഈ FDI കിടക്കുന്ന 34.5% വോട്ടുകളാണ്. അതിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അത് സീറ്റാക്കി
സീറ്റാക്കി കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ പ്രതീക്ഷിക്കാം. 2014 എങ്ങനെയായിരുന്നു മധ്യപ്രദേശിലെ സ്ഥിതി എന്ന് കൂടി പറയാം. 2014 BJPക്ക് 4% വോട്ട് കുറവായിരുന്നു മധ്യപ്രദേശിൽ. 54.8% 2014 BJPയുടെ വോട്ട് വിഹിതം. കോൺഗ്രസിനാകട്ടെ 35.4%. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വോട്ട് വിഹിതത്തിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകുന്നില്ല. BJP വോട്ട് കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ BJPയുടെ വോട്ട് വിഹിതം കൂടുമോ അതോ അത് സീറ്റാക്കി തങ്ങളുടെ പക്കലുള്ള വോട്ട് വിഹിതം കോൺഗ്രസ് കൺവേർട്ട് ചെയ്യുമോ? അതാണ് മധ്യപ്രദേശിന് മുന്നിലുള്ള ചോദ്യം. ഇനി ഗുജറാത്തിലേക്ക് പോകാം. ഗുജറാത്തിലെ 2019 കണക്ക് പറഞ്ഞു തുടങ്ങാം. ഗുജറാത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിയ വോട്ട് വിഹിതമാണ് നമ്മൾ കാണുന്നത്. 63.1%. അത് BJPയുടെ അക്കൗണ്ടിൽ ഫിക്സഡായി തന്നെ കിടക്കുകയാണ് 2019. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്നു സമാനമായ രീതിയിൽ വോട്ട് ഉയർത്തുന്നത്. കോൺഗ്രസിനാകട്ടെ 32.6% അവിടെയുള്ള വോട്ട് വിഹിതം 2019. 2014 ഇങ്ങനെ ആയിരുന്നില്ല. 2014 BJPക്ക് 3% വോട്ടുകൾ കുറവായിരുന്നു ഗുജറാത്തിൽ. കോൺഗ്രസിനാകട്ടെ 1% വോട്ട് 2019 അപേക്ഷിച്ച് കൂടുതലും ഉണ്ടായിരുന്നു. 2014 കണക്കുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ BJPക്ക് അപ്പോഴുമുണ്ട് 60% വോട്ടുകൾ. അവിടെ 60.1% 2014 BJPയുടെ ഗുജറാത്തിലെ അക്കൗണ്ടിലുള്ളത്. കോൺഗ്രസിനാകട്ടെ 33.5%. ഇതിന് മുകളിലേക്ക് പോകാൻ കോൺഗ്രസിന് ഇക്കുറി കഴിയുമോ എന്നുള്ളതാണ് ഗുജറാത്ത് നമ്മുടെ മുന്നിൽ വെക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഗുജറാത്തിൽ നിന്ന് അടുത്തതായി രാജസ്ഥാനിൽ ഈ വോട്ട് വിഹിതം 50% മുകളിൽ നിൽക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിൽ 2019 കണക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2019 BJPക്ക് അവിടെ 59.1% വോട്ടുകളുണ്ട്. കോൺഗ്രസിനാകട്ടെ 34.6% വോട്ടുകളും. ഇവിടെയും കോൺഗ്രസിന് ഇക്കുറി ഈ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചാൽ മാത്രമേ, അത് സീറ്റാക്കി മാറ്റിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാജിക് ഈ സീറ്റ് എണ്ണത്തിന്റെ കാര്യത്തിൽ ആകെ നോക്കുമ്പോൾ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. കാരണം 2014 കണക്ക് കൂടി പറഞ്ഞു പോകാം. 2014 മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെ 19 വോട്ട് ഉയർന്ന സംസ്ഥാനമാണ് BJPക്ക് രാജസ്ഥാൻ. 55.6% 2014 BJPക്ക് അവിടെ വോട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിനാകട്ടെ 30.7%. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിനും 2019 ആയപ്പോഴേക്കും ഇതിൽ നിന്ന് വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പാറ്റേൺ ഇത്തവണയും പിന്തുടരാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ രാജസ്ഥാനിൽ ഇക്കുറി ഒരു മാജിക് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നിലുള്ള അവശേഷിക്കുന്ന കച്ചിത്തുരുമ്പ് എന്ന് വേണം പറയാൻ. നമുക്ക് വളരെ പെട്ടെന്ന് ഛത്തീസ്ഗഡിലേക്ക് കൂടി ഒന്ന് പോകാം. ഛത്തീസ്ഗഡിലും 50%-ലധികം വോട്ട് വിഹിതം BJPക്ക് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. 2019 വോട്ട് വിഹിതം നോക്കിക്കഴിഞ്ഞാൽ 51.4% ആണ് BJPക്ക് അവിടെയുള്ള വോട്ട്. കോൺഗ്രസിന് 41.5% വോട്ടുകളും 2019 സ്വന്തമാക്കാൻ കഴിഞ്ഞു. 2014 അപേക്ഷിച്ച് വളർച്ചയുണ്ടായി എന്ന് നമുക്ക് പറയാം. കോൺഗ്രസിനും വളർച്ചയുണ്ടായിട്ടുണ്ട് 2%, BJPക്കും വളർച്ചയുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് 2014 വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. 2014 BJPക്ക് 49.70 അതായിരുന്നു 2014 കണക്ക്. കോൺഗ്രസിനെ നോക്കൂ 39.10. അതാണ് കോൺഗ്രസിന്റെ 2014 വോട്ട് വിഹിതം. അത് 40 കടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അത് 50-ലേക്കെങ്കിലും എത്തിച്ചാൽ മാത്രമേ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നതാണ് അവിടുത്തെ സ്ഥിതി. നമുക്കിനി വളരെ പെട്ടെന്ന് ഉത്തരാഖണ്ഡിലേക്കും ഹിമാചലിലേക്കും കൂടി ഒന്ന് പോകാം. ആദ്യം ഉത്തരാഖണ്ഡിലേക്ക് വന്നാൽ ഉത്തരാഖണ്ഡിലും 60% മുകളിലാണ് വോട്ട് വിഹിതം നിൽക്കുന്നത്. നോക്കൂ, BJPക്ക് 61.70%. മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും വോട്ടിംഗ് പാറ്റേൺ നിൽക്കുന്നത്. കോൺഗ്രസിന് 31.70%. അതായത് ഏറെക്കുറെ 60%-ഓളം വോട്ടുകൾ അവിടെ ഫിക്സഡായി നിൽക്കുകയാണ്. 2014 കണക്കിൽ നിന്ന് വോട്ട് ഉയർത്താൻ BJPക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് എന്ന് ചുരുക്കി പറയാം. നോക്കൂ, 2014 കണക്ക് കണ്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. BJPക്ക് 55.90%, കോൺഗ്രസിന് 34.40%. കോൺഗ്രസിന് കുറയുന്നു, BJPക്ക് കൂടുന്നു. അതാണ് ഉത്തരാഖണ്ഡിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പാറ്റേണിൽ 2014, 2019 ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് വളരെ പെട്ടെന്നൊന്ന് ഹിമാചൽ പ്രദേശിലേക്ക് കൂടി പോകാം. ഹിമാചൽ പ്രദേശിലാണ് ഇപ്പോൾ നാടകീയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏത് തരത്തിൽ അവിടുത്തെ വോട്ട് വിഹിതത്തെ സ്വാധീനിക്കും? 2019 70% അടുത്ത് വോട്ട് വിഹിതം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് BJP. അത് അവർക്ക് തുടരാൻ കഴിയുമോ? പ്രത്യേകിച്ചും നിയമസഭയിൽ കണ്ട വ്യത്യസ്തമായ ഒരു വോട്ടിംഗ് പാറ്റേൺ സ്വാധീനിക്കുമോ? 69.70% 2019 BJPയുടെ അവിടുത്തെ വോട്ട് വീതം. കോൺഗ്രസ് ആകട്ടെ 27.50 എന്ന നിലയിലേക്ക് ചുരുങ്ങുന്നതാണ് 2019 നമ്മൾ കണ്ടത്. അത് എവിടെ നിന്നാണ് എന്ന് കൂടി നോക്കണം. 2014 കണക്ക് കൂടി വെച്ച് നോക്കുമ്പോഴാണ് ഈ വലിയ ഒരു തകർച്ചയുടെ ആഴം നമുക്ക് ഹിമാചലിൽ ബോധ്യപ്പെടുക. 2014 അവിടെ BJP നിന്നതാകട്ടെ വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ വലിയ വ്യത്യാസത്തിലായിരുന്നു. കോൺഗ്രസിന് 40%-ലേറെ വോട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്
നടന്നതാണ് 2014. ആ ഹിമാചലിൽ 2014 BJP 53.90%-ലും കോൺഗ്രസ് 41.10%-ലും നിന്നിടത്തു നിന്നാണ് കോൺഗ്രസിനെ 27%-ലേക്ക് 2019 ആക്കുമ്പോഴേക്കും BJP ചുരുക്കിയത്. സമാനമായ ഒരു തന്ത്രം തന്നെയാണ് ഹിമാചലിലെ മുഴുവൻ സീറ്റുകളും അക്കൗണ്ടിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനായി ഇക്കുറിയും BJP പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹിമാചൽ പ്രദേശിലെ ഒരു കണക്ക്. ഈ കണക്ക് കൂടി വ്യക്തമാകുമ്പോഴാണ് ഏത് രീതിയിലാണ് ഈ 100 സീറ്റ് അത് 100ഉം നേടുക എന്ന ലക്ഷ്യത്തോടെ BJP കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 10 എണ്ണമെങ്കിലും കൂടുതൽ കിട്ടണമെന്ന പ്രതീക്ഷയോടെ കോൺഗ്രസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഈ നിയമസഭാ ഫലങ്ങൾ BJPക്ക് നൽകിയ ഊർജ്ജം ചെറുതല്ല. കോൺഗ്രസും ഇപ്പോൾ ഏറെ ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നേ പറയാൻ കഴിയൂ. ഈ 6 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഈ ലോക്സഭയിൽ എങ്ങനെയാകും? കഴിഞ്ഞ തവണത്തെ പാറ്റേൺ ആവർത്തിക്കുമോ അതോ ജനങ്ങൾ അവിടെ വഴിമാറി ചിന്തിക്കുമോ? അതറിയാൻ നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കാം. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ബംഗാളിലെ ബിഷ്ണുപൂർ മണ്ഡലത്തിലെ മത്സരം വളരെ ശ്രദ്ധേയമാവുകയാണ്. അവിടെ വിവാഹമോചനം നേടിയ ദമ്പതികളാണ് പരസ്പരം പോരാടുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ സുജാത മണ്ഡൽ മുൻ ഭർത്താവ് സൗമിത്ര ഖാനിനോടാണ് മത്സരിക്കുന്നത്. രസകരമായിരിക്കും മത്സരം. എന്തൊക്കെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളായി വരും അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഷ്ണുപൂരിൽ BJP സ്ഥാനാർത്ഥിയായി ആദ്യഘട്ട പട്ടികയിൽ സൗമിത്ര ഖാൻ ഇടം പിടിച്ചിരുന്നു. സുജാത മണ്ഡൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായതോടെയാണ് വേറിട്ട തെരഞ്ഞെടുപ്പ് മത്സര ചിത്രം തെളിഞ്ഞത്. സൗമിത്ര ഖാൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് തൃണമൂലിൽ നിന്ന് BJPയിലേക്ക് കൂടുമാറിയത്. ക്രിമിനൽ കേസ് പ്രതിയായതിന് തെരഞ്ഞെടുപ്പ് സമയത്ത് മണ്ഡലത്തിൽ പ്രവേശിക്കുന്നതിൽ സൗമിത്ര ഖാനെ കോടതി തടഞ്ഞിരുന്നു. സുജാതയാണ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത്. BJP പ്രവർത്തകയായിരുന്ന സുജാത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വേദി പങ്കിട്ടിട്ടുണ്ട്. തൃണമൂൽ കൊടുങ്കാറ്റ് ആഞ്ഞുവീശിയ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇരുവരും വേർപിരിയുന്നത്. തൃണമൂൽ കോൺഗ്രസ് അംഗമായി സുജാത രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതോടെയാണ് ഭർത്താവായിരുന്ന സൗമിത്ര ഖാൻ ക്യാമറയ്ക്ക് മുന്നിലെത്തി വിവാഹമോചനം പ്രഖ്യാപിച്ചത്. മുൻ ദമ്പതികൾ നേർക്കുനേർ എത്തുമ്പോൾ പോരാട്ടം കടുക്കുമെന്നുറപ്പ്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ട്. ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുത്തില്ലെങ്കിൽ നേതാവ് കൊള്ളില്ലെന്ന് അണികൾ കരുതുന്ന കാലമാണ്. മഹാഭാരത യുദ്ധത്തിൽ അടുത്തതായി നമ്മൾ പോകുന്നു പൊരി തീപ്പൊരി. KC വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കഴിഞ്ഞ തവണത്തെ കൊടുങ്കാറ്റിലും പിടിച്ചുനിന്ന മണ്ഡലമാണ് ആലപ്പുഴ. കോൺഗ്രസിന്റെയും BJPയുടെയും മുഖ്യ ശത്രു ഇടതുപക്ഷമാണ്. BJPയും കോൺഗ്രസും തമ്മിൽ ധാരണകൾ ഉണ്ടാകുന്നത് പല ഘട്ടത്തിലും കാണാറുണ്ടെന്നും MV ഗോവിന്ദൻ ദില്ലിയിൽ പറഞ്ഞു. എന്നാൽ MV ഗോവിന്ദൻ മനപ്പായസം ഉണ്ണണ്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ തിരിച്ചടി. ആലപ്പുഴയിൽ KC വേണുഗോപാൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ചെന്നിത്തലയുടെ അവകാശവാദം. രണ്ടാളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് നിൽക്കുന്ന CPIM ആണ്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പര ധാരയോടുകൂടി മുമ്പോട്ടേക്ക് പോകുന്ന ഒരുപാട് ചിത്രം കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. OLV സഖ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. KC വേണുഗോപാലൻ ആലപ്പുഴയിൽ ജയിക്കാൻ പോകുന്നില്ല. ജയിക്കില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളൂ. ആ കൊടുങ്കാറ്റിൽ പതറാതെ നിന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം. KC വേണുഗോപാൽ ആലപ്പുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. അതുകൊണ്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് KC വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അങ്ങനെ MV ഗോവിന്ദൻ മനപ്പായസം ഉണ്ണണ്ട. ഇടുക്കി, കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിലെ BDJ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. റബ്ബറിന്റെ അടിസ്ഥാന വില വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെന്നും കോട്ടയത്തു നിന്ന് മാറി മത്സരിക്കില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി തുഷാർ പുഷ്പാർച്ചന നടത്തി. കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പേ തന്നെ BJP ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വച്ചിരുന്നു. അതിൽ പ്രധാനം റബ്ബർ കർഷകരുടെ പ്രതിസന്ധിയാണ്. അനുകൂലമായ സുപ്രധാന തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഞാൻ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ 250 രൂപയെങ്കിലും റബ്ബറിന് താങ്ങുവിലയായോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടാണെങ്കിലും അതിന് ഒരു സഹായം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. കൃത്യമായ ഉറപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. നമുക്കറിയാം, കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്ന കാലത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള MPമാരും ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും പലരും പോയി റബ്ബർ എടുത്ത് കൊടുക്കുകയും ഷീറ്റ് എടുക്കുകയും നമ്മുടെ ഓല കൊണ്ട് അതിൻ്റെ ഇല കൊണ്ട് ഇത് മറച്ച് നിക്കറുണ്ടാക്കിയൊക്കെ നടന്നതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം ഇതുവരെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഇടുക്കിയിൽ പല പേരുകളും പരിഗണനയിലുണ്ട്. മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. കാര്യം ആ സമയത്ത് തന്നെ ഞാൻ വളരെ വ്യക്തമായി അവരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെ പല ആൾക്കാരും ഞങ്ങളെ സംബന്ധിച്ചോളം
ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന 2 സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് 3 സ്ഥലങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് പാർട്ടിയിൽ ജോയിൻ ചെയ്ത് മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ അത് വീണ്ടും ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. സഭാ മേലധ്യക്ഷന്മാരുമായും തുഷാർ കൂടിക്കാഴ്ച നടത്തി. റിപ്പോർട്ടർ, കോട്ടയം. വമ്പന്മാർ പോരാട്ടത്തിനിറങ്ങുന്ന ആറ്റിങ്ങലിൽ ഇത്തവണ മത്സരം പ്രവചനാതീതമാണ്. സാമുദായിക സമവാക്യം നിർണായകമായ മണ്ഡലത്തിൽ പല കൊമ്പന്മാരും കാലിടറി വീണ ചരിത്രവുമുണ്ട്. വലിയ വിജയപ്രതീക്ഷ പുലർത്തുമ്പോഴും അടിയൊഴുക്കിലെ ആശങ്ക മുന്നണികൾക്കുണ്ട്. പോരാട്ടത്തിന്റെ ചൂടും ചൂരും പേറുന്ന രണഭൂമിയാണ് ആറ്റിങ്ങൽ. അവിടെയാണ് തലയെടുപ്പുള്ള സ്ഥാനാർത്ഥികൾ ഇത്തവണ പോരാട്ടത്തിനിറങ്ങുന്നത്. സിറ്റിംഗ് എംപിയും കേന്ദ്രമന്ത്രിയും MLAയും പോർക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആറ്റിങ്ങലിൽ ഇത്തവണ പോരാട്ടത്തിന് തീപിടിക്കുമെന്നുറപ്പ്. ഇടതുകോട്ടയിൽ കഴിഞ്ഞ തവണ വെന്നിക്കൊടി പാറിച്ച അടൂർ പ്രകാശ് ഇത്തവണയും വലിയ പ്രതീക്ഷയിലാണ്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു വിധത്തിലുമുള്ള ആശങ്കയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആത്മസംതൃപ്തിയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുന്നത്. UDFന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും ഇടതിനോട് ചായ്വ് കൂടുതലാണ് മണ്ഡലത്തിന്. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കോട്ടയിൽ വോട്ടർമാർ ഇത്തവണ രക്തഹാരമണിയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ഇത്തവണ നമുക്ക് ഈ മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തിലാണ്. കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. 7 നിയമസഭാ മണ്ഡലങ്ങളും LDFന്റെ MLAമാരാണ് ഇന്നുള്ളത്. 2019 24% വോട്ട് നേടിയ BJPക്ക് കണ്ണായ മണ്ണാണ് ആറ്റിങ്ങൽ. കേന്ദ്രമന്ത്രിയെ തന്നെ കളത്തിലിറക്കി കളിക്കുന്നതും അട്ടിമറി ലക്ഷ്യം വെച്ചു തന്നെയാണ്. 2 സ്ഥാനാർത്ഥികളും നല്ല കഴിവുള്ളവരാണ്. നല്ല രീതിയിൽ അവരും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MPക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അവകാശവാദങ്ങളിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും അടിയൊഴുക്കുകളിൽ വലിയ ആശങ്കയുണ്ട് മുന്നണികൾക്ക്. ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിൽ വിജയിക്കുന്നതാര് എന്നതിനൊപ്പം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നതാര് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇത്തവണ ആറ്റിങ്ങലിൽ മുന്നണികൾ അത്രമേൽ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന് ചുരുക്കം. റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, ആറ്റിങ്ങൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിൽ സ്ത്രീകളെ അവഗണിച്ചെന്ന ഷമാ മുഹമ്മദിന്റെ വിമർശനത്തിൽ മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സ്ത്രീകൾക്ക് അവസരം വേണം, ഇതല്ലെങ്കിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സ്ത്രീകൾക്ക് കൂടി അർഹമായ പരിഗണന വേണ്ട ഒരു കാലഘട്ടമാണിത്. നമ്മൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ പല ഘടകങ്ങളും തീരുമാനിക്കും. സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഞാനത് അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ അസംബ്ലി ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പം ആ അസംബ്ലി ഇലക്ഷനിലൊക്കെ തന്നെ നമ്മൾ ഇതൊക്കെ നികത്തും, മറ്റു സ്ഥലങ്ങളിലും നികത്തും. അവർക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. അതിന് സംശയം വേണ്ട. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. AICC വക്താവ് ഷമാ മുഹമ്മദിനെ സ്വാഗതം ചെയ്ത BJP. സുധാകരൻ അപമാനിച്ച ഷമാ മുഹമ്മദിന് BJPയിലേക്ക് കടന്നുവരാമെന്ന് B ഗോപാലകൃഷ്ണൻ. കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് കുടുംബാധിപത്യമാണെന്നും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഇല്ലെന്നും B ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. ഷമാ മുഹമ്മദ് അവരുടെ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇങ്ങനെയാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. അതൊരു കുടുംബാധിപത്യമാണ്. ആ കുടുംബം തീരുമാനിക്കും ആർക്ക് കൊടുക്കണം, എന്തു കൊടുക്കണം, എങ്ങനെ കൊടുക്കണം. അതുകൊണ്ട് അവിടെ ജനാധിപത്യവും ഇല്ല, സ്വാതന്ത്ര്യവും ഇല്ല, സ്ത്രീകളോടുള്ള താല്പര്യവും ഇല്ല. അതുകൊണ്ടാണ് ആളുകൾ പോകുന്നത്. ഷമയെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ ചാലക്കുടിയിൽ നിന്നും. നമ്മളിപ്പോൾ ഉള്ളത് അങ്കമാലിയിലാണ്, ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലാണ്. ഒരു കുതിരയുമായി നമ്മളൊരു പടക്കുതിരയുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇത് ജാക്കി. ഞങ്ങൾ കേരളം മുഴുവൻ യാത്ര തുടങ്ങി. കോട്ടയത്ത് നിന്ന് തുടങ്ങിയത്. ജാക്കിയോടൊപ്പമാണ് യാത്ര. നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ ഇതൊരു 15ാമത്തെ മണ്ഡലത്തിലേക്ക് എത്തി. മണ്ഡലത്തിൽ എങ്ങനെ ഒരു പൊതുവെ നമ്മൾ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കൽ കോൺടെസ്റ്റ് ആണ്. അപ്പുറത്തെ രവീന്ദ്രനാഥാണ് മത്സരിക്കുന്നത്. എപ്പോഴും എതിരാളി കരുത്തനും അതുപോലെ തന്നെ ഒരു നല്ല വ്യക്തിത്വമുള്ള ആൾ വരുന്നതാണ് മത്സരത്തിന് കൂടുതൽ ആവേശമുണ്ടാകും. രവീന്ദ്രനാഥ് ബെന്നി ബെഹനാനെതിരെയോ ബെന്നി ബെഹനാൻ രവീന്ദ്രനാഥിനെതിരെയോ വ്യക്തിപരമായ ഒരു പരാമർശവും നടത്താറില്ല, അല്ലേ? വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കോൺടെസ്റ്റാണ്. വളരെ മുതിർന്ന 2 നേതാക്കൾ, പൊതുസമ്മതി നേടിയ 2 നേതാക്കൾ തമ്മിലുള്ളൊരു മത്സരമാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട പോരാട്ടമാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ത്രില്ലിംഗ് മാച്ചാണ് കേട്ടോ ഈ ചാലക്കുടിയിലെ മാച്ച്. ഞങ്ങൾ കുതിരപ്പുറത്ത് വരാമെന്ന് വെച്ചു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുതിരപ്പുറത്തെ വരവ്? അസലായി അല്ലേ? നിങ്ങൾ അശ്വമേധം കൊണ്ട് നിങ്ങൾ കീഴടക്കല്ലേ? മാന്യമായ പോരാട്ടം ചാലക്കുടിയിൽ പ്രതീക്ഷിക്കാം എന്നാണ് പറഞ്ഞത്. അമാന്യമായ ഒന്നും ഉണ്ടാവില്ല. പൊളിറ്റിക്കലായിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും 101% ശരിയാണത്. ഇത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ഇത് സമരം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ സമരമാണ്.
ആ രാഷ്ട്രീയ സമരത്തിൻ്റെ അർത്ഥത്തിൽ തന്നെ ഞാനും ഇടതുപക്ഷ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ കാണുള്ളൂ. അപ്പോൾ ഈ സൈക്കിളിൽ ചവിട്ടുന്ന മനുഷ്യരെ കുറിച്ച് അവർ അധ്വാനിക്കുന്ന മനുഷ്യരാണ്, അവർക്ക് മടിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അല്ല, നമുക്ക് പെട്ടെന്ന് ഉപേക്ഷിച്ച് പോകാൻ ഒരു ടെൻഡൻസി വരുമല്ലോ നല്ല കയറ്റം വരുമ്പോൾ. കയറ്റമുണ്ട് എന്ന് കരുതി പിന്മാറില്ല. ഇപ്പോൾ അങ്കമാലി എങ്ങനെയാണ്, കയറ്റമാണോ ഇറക്കമാണോ നിരപ്പാണോ? ഇപ്പം നിരപ്പാ. അല്ല, ഇറക്കമാണെന്നും പറയില്ല, അതാണ് ഈ എതിരാളിയോടുള്ള ഒരു ബഹുമാനവും കൂടി സൂക്ഷിച്ചുകൊണ്ടാണ്. കുതിരയുണ്ട് ജോലിക്ക് പോലെ. ഓക്കെ, അഡ്വക്കേറ്റ് ചാർലി പോൾ നമ്മളുടെ 2020 സ്ഥാനാർത്ഥിയാണ്. ഓസ്കർ പോലെ ചാലക്കുടിയിൽ ഇത്തവണ 2020 മാജിക് വല്ലതും കാണിക്കൂ. തീർച്ചയായിട്ടും അതിശക്തമായ ഒരു അടിയെടുക്കും തരംഗവും 2020ക്ക് അനുകൂലമായി ചാലക്കുടി നടക്കുന്നുണ്ട്. ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ കലാഭവൻ മണിയുടെ പേരാണ് പ്രേക്ഷകർക്ക് ഓർമ്മ വരിക എന്നെനിക്കറിയാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താ പേര്? ജയന്ത്. ഈ ചാലക്കുടിയിൽ വരുമ്പോൾ ഓരോ ഓട്ടോ കാണുമ്പോഴും അതിനുള്ളിൽ ഈ കലാഭവൻ മണി ഉണ്ടോ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള സ്നേഹം ഈ മനുഷ്യർക്കുണ്ട്. എങ്ങനെ മൊത്തത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ചൂട്? തെരഞ്ഞെടുപ്പ് ചൂടെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സി രവീന്ദ്രനാഥ് ഉണ്ട്, ബെന്നി ബെഹനാനുണ്ട്. ബെന്നി ബെഹനാന് സാധ്യതയുണ്ട്. കുറവാണ്. സി രവീന്ദ്രനാഥ് സാധ്യത ആണോ? രവീന്ദ്രനാഥ് ഓക്കെയാണ്, ഒന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്നില്ല. മത്സരം എന്തായാലും ശക്തമാവും അല്ലേ? മത്സരം ശക്തമാവും. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു മത്സരമായിരിക്കില്ല. നമ്മുടെ മണിച്ചേട്ടനെ ഓർമ്മിക്കാതെ ചാലക്കുടിയിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് ഒരു ദിവസം പോലും കടന്നു പോകാൻ സാധ്യമല്ല. ആരാരുമാവത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിന് സമീപത്താണുള്ളത്. എന്നാലും ചാലക്കുടി മണ്ഡലത്തിൽ മത്സരം ഏകപക്ഷീയമല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു. NDA സ്ഥാനാർത്ഥി നമ്മുടെ ഉണ്ണിച്ചേട്ടൻ നമ്മുടെ വക. ഇതിൽ ഏതാണ് മധുര ഉപ്പത് ഞാൻ മറന്നു കേട്ടോ. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആദ്യഘട്ട റൗണ്ടിലെ സാധ്യത? അതുകൊണ്ട് എല്ലാവരും ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ മനസ്സാ സ്വീകരിക്കുന്ന ഇതാണ് ഞാൻ കാണുന്നത്. 2019 വലിയ മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന്. വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നതിന് മികച്ച പ്രകടനം ഇക്കുറി കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. നാളെ നമ്മൾ ആലപ്പുഴയിൽ ഇതായിരിക്കും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുക. ആലപ്പുഴയിൽ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ആരിഫ്, KC വേണുഗോപാൽ, ഒപ്പം ശോഭാ സുരേന്ദ്രൻ. എന്താണ് ആലപ്പുഴയുടെ രാഷ്ട്രീയ മനസ്സിലെന്ന് നാളത്തെ അശ്വമേധ യാത്രയിൽ പ്രേക്ഷകർക്ക് ബോധ്യമാവും. അപ്പം നാളെ കാണാൻ നമുക്ക് ആലപ്പുഴയിൽ. ഇന്ന് ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് യാത്രയാവുന്നു. മഹാഭാരത യുദ്ധത്തിൽ കൂടുതൽ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തും വൈകിട്ട് 5:30. ഇനിയൊരു